എന്താണ് വക്കീലെ? വേണമെങ്കിൽ ഒരു വാർത്ത വന്ന് കേട്ടോളൂ. എന്ത് വാർത്ത? ഒരു കൗതുക വാർത്തയുടെ. തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട നടപടികളിലേക്ക് പോകുമ്പോൾ പോലും ഒരു വിദേശ കമ്പനിയുടെ സാന്നിധ്യം ഉള്ളതിനാൽ അതിന്റെ നിർമ്മാണഘട്ടം തന്നെ തടഞ്ഞ കേന്ദ്ര സർക്കാരാണ് ഉണ്ടായിരുന്നത് രാജ്യത്ത്. എന്തായി പരിപാടി? അച്ഛൻ അറിഞ്ഞൂടെ ഇവിടുത്തെ വിശേഷങ്ങൾ? കഴിഞ്ഞ 10 വർഷമായി ഇല്ലാത്ത ഈ കച്ചവട ആലോചന ഈ ഗവൺമെന്റ് വന്ന് 1.5 മാസത്തിനിടയിൽ അതിവേഗം അദാനി നീക്കുന്നത് എന്തുകൊണ്ട്? ഈ പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ? എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി. ഊഹ കച്ചവടത്തിൽ കാണുന്നത് പോലെ 23,000 കോടിയാക്കി ലാഭം വർദ്ധിപ്പിക്കുന്ന നടപടിയിലേക്ക് കേരളത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, കേരള ജനതയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഇതൊക്കെ തീർപ്പാക്കാൻ കഴിയുന്ന ധൈര്യം അഥവാ ധാർഷ്ട്യം, അഹന്ത, ഇതൊക്കെ ആരുടെ ചെലവിലാണ് കേരളത്തിൽ നടക്കുന്നത്? ഇയാൾക്ക് നിയമം പഠിക്കാൻ വകയുണ്ടായിരുന്നേ വലിയ വക്കീലാകുമായിരുന്നു. ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും സുഹൃത്തുക്കൾ, LDFന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും സുഹൃത്തുക്കൾ സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇത്തിരി എരിവും പുളിയും കൂടുതലാ. ഈ ഓന്ത് നിറം മാറുന്നതിന് എടുക്കുന്ന സമയത്തിനേക്കാൾ വേഗതയിലാണ് എന്റെ പ്രിയപ്പെട്ട 2 കോ പാനലിസ്റ്റുകളായിട്ടുള്ള CPMന്റെയും കോൺഗ്രസിന്റെയും പ്രതിനിധികളും അവരുടെ പ്രസ്ഥാനങ്ങളും നിലപാടുകൾ മാറ്റുന്നത്. അയ്യോ, അത് വെറും തോന്നല. ഇത് അവര് പരസ്പരം അറിയാണ്ട് സംഭവിച്ചു പോയതാ. വെറുതെ ഞാനൊരു തർക്കത്തിന് വേണ്ടി പറഞ്ഞു പോവുകയല്ല, അതൊരു വസ്തുതയാണ്. പക്ഷേ 2015 ഒപ്പിട്ടവരും 2016 അതിനെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോയവരും എന്ന് അവകാശപ്പെട്ട് ബോർഡുകളിലും ഫ്ലെക്സ് ബോർഡുകളിലും ചുമരെഴുത്തുകളിലും മാധ്യമങ്ങളിലടക്കം വന്നിരുന്ന് ഗോഗോ വിളികളും പിതൃത്വം ഏറ്റെടുക്കാനും കാണിച്ച ആ ഒരു ആവേശത്തിന്റെ നിർത്തി പറയൂ, എന്നാലേ ശ്വാസം വിടാൻ പറ്റൂ. ഒരു 5-1 ഭാഗം പോലും അതിന്റെ നടത്തിപ്പിൽ കൃത്യത വരുത്താനോ അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർക്കാരിന്റെ ഇടപെടലുകൾ എത്രത്തോളം സുതാര്യമാകണമെന്നും അതിൽ സർക്കാരിന്റെ ഇടപെടൽ എത്രത്തോളം കണിശമുള്ളതാകണമെന്നും തീരുമാനിക്കുന്നതിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ കുറ്റക്കാരാണ് എന്നുള്ള നിലപാടാണ് എനിക്കുള്ളത്. മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം, സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. മിനിമം ഒരു 6 മാസത്തെ പ്രോസസ് നടക്കാതെ ഈ പറയുന്ന എഗ്രിമെന്റിലേക്ക് വരാൻ വേണ്ടി സാധിക്കില്ല. ആ സമയത്ത് LDFും UDFും തുല്യമായി ഈ വിഷയത്തിൽ ഒരു ഇരുട്ടിന്റെ മറവ് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. എന്റെ പൊന്നു കൃഷ്ണകുട്ടി, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാണ്. ഇന്ന് അദാനിയെ തള്ളിപ്പറയുന്ന CPM അന്ന് CPMന്റെ പോർട്ട് മിനിസ്റ്റർ ആയിട്ടുള്ള, അതായത് തുറമുഖ വകുപ്പിന്റെ മിനിസ്റ്റർ ആയിട്ടുള്ള വാസവൻ, നീയാണോ? അതെ, ഞാനാണ്. അദ്ദേഹത്തെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തെ നാമകരണം ചെയ്ത് അല്ലെങ്കിൽ അദ്ദേഹത്തെ ശ്ലാഘിച്ചത് കേരള സർക്കാരിന്റെ പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ ശ്ലാഘിച്ചത്. നീ നല്ല പാർട്ടിയാ, എന്ത് പണിയാടേ കാണിച്ച്? ഇത്തരത്തിൽ സർക്കാർ അറിയാതൊരു നീക്കം നടത്താൻ മറ്റൊരാൾക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, എന്റെ വ്യക്തിപരമായ അഭിപ്രായം, ഈ പറയുന്ന പ്രതിപക്ഷ നേതാവായിരുന്ന പ്രതിപക്ഷ നേതാവായിട്ടുള്ള മുൻ മുഖ്യമന്ത്രിയും അതുപോലെ നിലവിലെ വിസ്മയങ്ങളുടെ രാജകുമാരനാവാൻ ശ്രമിക്കുന്ന ഇന്നത്തെ മുഖ്യമന്ത്രിയും രാജിവെച്ച് പണി മതിയാക്കി വേറെ വല്ല പണിക്ക് പോകണം എന്നുള്ളതാണ് എന്റെ നിലപാട്. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. ആരുടെ അപ്രൂവലിന്റെ പുറത്താണ്? LDFന്റെ പഴയ ഭരണസമിതിയുടെ അപ്രൂവലിന്റെ പുറത്താണോ ഈ പറയുന്ന ഈ അദാനി കമ്പനി മുന്നോട്ട് പോയത്? പുതിയ മുഖ്യമന്ത്രി വന്നപ്പോൾ, പുതിയ ഭരണസമിതി വന്നപ്പോൾ അവരോട് കൂടിയാലോചിക്കാതെ പോയോ എന്നുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായി കേരളത്തിലെ ജനങ്ങളുടെ മുൻപാകെ വരേണ്ടതുണ്ട്. എല്ലാത്തിനും കാരണം നീയാ. ഇതിന് ഊരാനുള്ള മാർഗം കൂടി ആലോചിക്കും. കൃത്യമായിട്ടൊന്നും പറയാതിരിക്കുക, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. അവിടെ ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന മുൻ MDയുടെ നിലപാടുകൾ അവർ ആ ചുമതലയിൽ നിന്ന് റിലീവ് ചെയ്തിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് 1 മാസത്തിന് താഴെ ആകുന്നുള്ളൂ. മായൻകുട്ടി, നീ വെറുതെ നുണ പറയരുത്, നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? അപ്പൊ സ്വാഭാവികമായും ഈ കരാറിനകത്ത് അവരുടെ ഇടപെടലുകൾ എത്രത്തോളം വൈറ്റൽ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സംഗതി പശകാരൻ അവർക്ക് ക്ലീൻ. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇവനാൾ പരമനാറിയാണെന്ന്. അന്ന് എല്ലാവരും കൂടെ എന്നെ കുറിച്ച് കിട്ടി. അവരുടെ ഇടപെടലുകൾ ഈ വിഷയത്തിലുണ്ടോ? അതിൽ LDFനും കോൺഗ്രസിനും ഇടയിലെ പാലമായി, ഈ കരാറിലെ പാലമായി അദാനിക്ക് വേണ്ടി നിന്നത് ദിവ്യ എസ് അയ്യറും ദിവ്യ എസ് അയ്യറുടെ ഭർത്താവായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവ് ശബരിനാഥനും. നിങ്ങൾ ഇത് എന്തുള്ള പുറപ്പെടാ? ചിലക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് ഉറക്കി കിടത്താന്ന് വിചാരിക്കണ്ട. ഇനി ഞങ്ങൾ ഉണർന്നേനിരിക്കും. അതിന്റെ ഉപകാരസ്മരണയാണോ ഇന്ന് തിരുവനന്തപുരത്ത് ഇവിടെ ശിവൻകുട്ടി അടക്കമുള്ള മുൻ മന്ത്രിമാരും കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള മുൻ മന്ത്രിമാരും ഈ പറയുന്ന വീണ എസ് അയ്യറുടെ ഭർത്താവും കോൺഗ്രസിന്റെ നേതാവുമായിട്ടുള്ള ശബരിനാഥനും തമ്മിൽ നടത്തിയിട്ടുള്ള പല അഡ്ജസ്റ്റ്മെന്റുകളും അത് എന്നോട് പല രാഷ്ട്രീയ നീക്കങ്ങളും ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമാണോ എന്ന് വരെ സംശയിക്കുന്ന നിലയിലാക്കിയാണ് ഈ വിഷയങ്ങൾ മുന്നോട്ട് പോകുന്നത്. അലവലാദികൾ എവരെയൊക്കെ കാണുന്നതേ ഇറണക്കേടാ. യവന്മാരുമായിട്ടൊന്നും സംസർഗം പാടില്ല പച്ചപ്പിള്ളേ.